പലസ്തീനിൽ കഴിഞ്ഞ 19 മാസമായി തുടരുന്ന കൂട്ടക്കുരുതി ഉടൻ അവസാനിപ്പിക്കാൻ സയനിസ്റ്റ് രാജ്യത്തിന് മുന്നറിയിപ്പുമായി സഖ്യരാഷ്ട്രങ്ങൾ രംഗത്ത്. ഗസയിൽ വീണ്ടും സൈനികാക്രമണം തുടരുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഭീഷണിപ്പെടുത്തി. സൈനികാക്രമണം നിർത്തിവെക്കുകയും സഹായങ്ങൾ എത്തുന്നത് തടയുന്ന നടപടി അവസാനിപ്പിക്കുകയും വേണം. ഇല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് കടുത്ത നടപടി ഉണ്ടാകുമെന്ന് 3 രാജ്യങ്ങളും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ വേണ്ടി മുഴുവൻ മനുഷ്യരെയും വംശഹത്യ ചെയ്യാനുള്ള അവസാനപ്പെട്ട ഒരുക്കത്തിന് സയനിസ്റ്റ് രാജ്യം ഇറങ്ങിയ ഘട്ടത്തിലാണ് ലോകത്തിലെ തന്നെ വൻ ശക്തികളായ 3 രാജ്യങ്ങൾ പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടം സാധാരണക്കാർക്ക് ആവശ്യമായ മാനുഷിക സഹായം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനത്തിന് സാധ്യതയുണ്ട്. വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ എതിർക്കുന്നു. ഉപരോധങ്ങൾ ഉൾപ്പെടെ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ മടിക്കില്ലെന്നും സംയുക്ത പ്രസ്താവനയിൽ അവർ വ്യക്തമാക്കി. ഗസയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആക്രമണം കടുപ്പിക്കുകയും കരയാക്രമണം തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് സഖ്യരാഷ്ട്രങ്ങൾ തന്നെ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഗസ പൂർണ്ണമായി പിടിച്ചടക്കുന്ന സൈനിക നടപടിയുടെ ഭാഗമായി ഗസയിലെ 2ാമത്തെ വലിയ നഗരമായ ഖാൻ യൂനിസിൽ വൻ ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇസ്രായേൽ. ജനങ്ങളോട് എത്രയും പെട്ടെന്ന് നഗരം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് ലഘുലേഖകൾ നഗരത്തിലെങ്ങും വിതരണം ചെയ്തു. അതിനിടെ ഗസയിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ 60-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഞായറാഴ്ച വരെ ഒരാഴ്ചക്കിടെ 464 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതേസമയം വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. തൽക്കരം നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണം നടന്നു. ഗസയിലെ പ്രോസ്തറ്റിക് ആശുപത്രിയിൽ ബോംബിട്ടതിനെ ഖത്തർ അപലപിച്ചു. വികലാംഗർക്ക് വേണ്ടി ഖത്തറിന്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന ഹമദ് ആശുപത്രിയിലാണ് ഇസ്രായേൽ ബോംബിട്ടത്. ഇതിനിടെ സഖ്യകക്ഷി രാജ്യങ്ങളുടെ സമ്മർദ്ദം പരിഗണിച്ച് ഗസയിലേക്ക് പരിമിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് ഇന്നലെ ഇസ്രായേൽ അനുമതി നൽകിയിരുന്നു. പട്ടിണി ഇല്ലാതാക്കാൻ ആവശ്യമായ അടിസ്ഥാന അളവിലെ ഭക്ഷ്യവസ്തുക്കൾ അനുവദിക്കുമെന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. 2.5 മാസത്തിലേറെയായി ഇസ്രായേൽ തുടരുന്ന ഉപരോധം മൂലം ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളോ മരുന്നോ ഇന്ധനമോ ഒന്നും ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. അവിടെ പട്ടിണിയിൽ നരകിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ലോക മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നു. ഇതോടെ സഖ്യരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചതാണ് ഉപരോധത്തിൽ നേരിയ ഇളവ് നൽകാൻ നിർബന്ധിച്ചതെന്ന് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. ഇസ്രായേലിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ഗസയിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണി കിടക്കുന്നതിനൊപ്പം നിൽക്കാനാകില്ലെന്ന് ഇതിനെ പിന്തുണക്കാനാകില്ലെന്നും പറഞ്ഞതിനാലാണ് ഉപരോധത്തിൽ ഇളവ് നൽകുന്നതെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഗസയിലേക്ക് കുറഞ്ഞ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നത് പുനരാരംഭിക്കാൻ ഇസ്രായേൽ തങ്ങളോട് പറഞ്ഞതായി UN റിലീഫ് സംഘത്തിൻ്റെ തലവൻ ടോം ഫ്ലെച്ചറും അറിയിച്ചിട്ടുണ്ട്. ട്രക്കുകൾ കടത്തിവിടുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ എപ്പോഴാണ് അതിർത്തി തുറക്കുകയെന്ന് പലസ്തീൻ അതോറിറ്റിയെ അറിയിച്ചിട്ടില്ലെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ മുനീർ അൽ ബർഷ് പറയുന്നു. അതേസമയം നെതന്യാഹു മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷം ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കടത്തിവിടുന്നതിനെ അനുകൂലിച്ചിട്ടില്ല. ഇത് തെറ്റായ തീരുമാനമാണെന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയും വലതുപക്ഷ നേതാവുമായ ബെൻ ഗ്വിർ വ്യക്തമാക്കുന്നു. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി.